നമസ്കാരം. വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്ന സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലെ ക്ലൈമാക്സ് രംഗം ഓർമ്മയില്ലേ? പിണക്കമെല്ലാം കഴിഞ്ഞ് അച്ഛനും മകനും കൂടി ഒരുമിക്കുന്ന രംഗം. ജയറാമിനോട് തിലകൻ പറയുന്നു, ഇപ്പോഴാണ് നീ ഒരു നായകനായത്. അപ്പോൾ മകൻ തിരിച്ചു പറയും, പക്ഷെ നല്ല നടൻ അപ്പൻ തന്നെയാണ്. മലയാളത്തിലെ അഭിനയകലയുടെ കുലപതികൾ ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൻ്റെ മുമ്പിൽ കയറി അഭിനയിച്ച് തകർത്ത രംഗങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെ. ഹോ, ഒടുക്കത്തെ അഭിനയം! ഈ നടന വിസ്മയങ്ങളിൽ നിന്നും മികച്ച നടി, സഹനടൻ, സ്വഭാവ നടൻ, വില്ലൻ എന്നിങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് വലിയ പ്രയാസമാണ്. LDFിൻ്റെ ബാനറിൽ പിണറായി നിർമ്മിച്ച വൈകിയാലും കണ്ടിട്ടേ പോകൂ എന്ന പടമാണ് ആദ്യം ജൂറി പരിഗണിച്ചത്. ഇതിൽ വൈകാരിക രംഗങ്ങളിൽ അഭിനയിച്ച് കുളമാക്കിയ അപ്പുക്കുട്ടൻ റഹീമിനാണ് ഹാസ്യതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറിയിലൂടെ ആനി രാജ വൃന്ദയെ രണ്ടാമതാക്കി. രണ്ടാം ഭാഗത്തിൽ കടന്നു വന്ന ജോൺ ബ്രിട്ടാസ് ലഡു വിതരണം ചെയ്യുന്ന രംഗത്ത് തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ജയിലിന് മുമ്പിൽ ഇത്തരം മധുര വിതരണം അനുവദിക്കാൻ ചട്ടം അനുവദിക്കാത്തതിനാൽ സെൻസർ ബോർഡ് നെഗറ്റീവ് മാർക്കിട്ടു. തമ്മിൽ പൊരുത്തപ്പെടാത്തതിനാലും വേഷവും വിഷയവും തമ്മിൽ പൊരുത്തപ്പെടാത്തതിനാലും പാലായിൽ നിന്നുള്ള ജോസ്മോനെ ജൂറി കണ്ടതായി പോലും നടിച്ചില്ല. അഭിനയ പാരമ്പര്യമുള്ള അച്ഛൻ്റെ മകനായിട്ടും വിഷയത്തിൻ്റെ വൈകാരികത ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് വിലയിരുത്തൽ. KC വേണുഗോപാൽ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ VD സതീശൻ നിർമ്മിച്ച ഇവൻ എനിക്ക് MLA അല്ല സഹോദരനാണ് എന്ന് പേരിട്ട മെലോ ഡ്രാമയിലെ അഭിനയത്തിന് റോജി M. ജോൺ മികച്ച നടനുള്ള പുരസ്കാരം നേടി. ജാമ്യവിവരം അറിഞ്ഞതോടെ വിങ്ങിപ്പൊട്ടിയ കന്യാസ്ത്രീയുടെ സഹോദരൻ റോജിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗത്തിലാണ് അദ്ദേഹം തൻ്റെ അഭിനയ പാടവം പുറത്തെടുത്തത്. ഡയലോഗില്ലാതെ മനുഷ്യ മനസ്സിൻ്റെ അന്തരാളങ്ങളിലെ വൈകാരിക നിമിഷങ്ങൾ തനിമയോടെ അവതരിപ്പിച്ചു എന്നതാണ് റോജിയുടെ പ്രത്യേകത. ആ നെഞ്ചിലേക്ക് കമിഴ്ന്നടിച്ച് വീണ് കന്യാസ്ത്രീയുടെ സഹോദരൻ പറഞ്ഞത്, ഇവൻ എനിക്ക് MLA അല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് എന്നാണ്. അവൻ എല്ലാ ദിവസവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തൻ്റെ മാറിൽ വീണ് കരയുന്ന ആ സഹോദരനെ സാന്ത്വനിപ്പിച്ച് റോജി ക്യാമറയിലേക്ക് നോക്കുന്ന ആ രംഗം മികച്ച ഷോട്ടായി ജൂറി പരിഗണിച്ചു. ചാണ്ടിയുമ്മൻ ക്യാമറ ഫീൽഡിന് പുറത്തുപോയി ഡയലോഗ് കാച്ചുകയും നിയന്ത്രണാതീതമായ അഭിനയം നടത്തുകയും ചെയ്തതിനാൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് മാത്രം അർഹനായി. കയ്യിൽ നിന്ന് കാച്ചുന്ന ഡയലോഗുകളും ആക്ഷനും ജൂറിക്കത്ര പിടിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ നിർമ്മാണവും സംവിധാനവും അഭിനയവും കാഴ്ചവെച്ച 9-ാം നാൾ ആശ്വാസം എന്ന ചിത്രമാണ് നാട്ടുകാരുടെ തെറിവിളി കൊണ്ടും റിലീസിന് മുമ്പുള്ള മോഡിഫിക്കേഷൻ കട്ടുകൊണ്ടും ചർച്ചാ വിഷയമായത്. ഇതിൽ വില്ലനിൽ നിന്നും നായകനിലേക്കുള്ള പരകായ പ്രവേശത്തിലൂടെയാണ് ഒരേ സമയം രാജീവ് ചന്ദ്രശേഖർ ജോർജ് സാറായും ബെൻസായും വേഷപ്പകർച്ച നേടുന്നത്. ഈ ചിത്രം കേരള സ്റ്റോറി പോലെ ഇടവകകളിൽ പ്രദർശിപ്പിക്കുമോ എന്ന കാര്യം പിന്നീട് അറിയാൻ കഴിയും. രംഗത്ത് വന്നില്ലെങ്കിലും ശബ്ദ സാന്നിധ്യം കൊണ്ട് അടൂരിൻ്റെ മതിലുകളിലെ നാരായണിയെപ്പോലെ ശ്രദ്ധേയമായ 2 നടിമാർ ഉണ്ട്. അത് R. ബിന്ദുവും ശോഭാ ചേച്ചിയുമാണ്. മന്ത്രി ആനന്ദ ബിന്ദു പറയുന്നത് ആദ്യം ഇടപെട്ടത് ഇടതു നേതാക്കൾ ആണെന്നാണ്. വിവരമറിഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസും ജോസ്മോനും ആനി വൃന്ദ സഹോദരിമാരുമാണ് ഓടിയെത്തി ആശ്വസിപ്പിച്ചത്. നോക്കൂ, അവരാദ്യം ഓടിയെത്തിയത് കൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് 8-ാം ദിവസം കട്ടിൽ കിട്ടിയത്. ഇവരുടെ പേര് പറഞ്ഞപ്പോഴേ ജയിൽ അധികൃതർ ഞെട്ടിപ്പോയി എന്നതാണ് സത്യം. സ്വന്തമായി ജയിലും കോടതിയും പോലീസ് സ്റ്റേഷനുമുള്ള ഇന്ത്യയിലെ ഏക പാർട്ടിയാണ് കേരളത്തിലെ CPM എന്ന് കേട്ടതോടെ ജയിലഴികൾ വല്ലാതെ വിറകൊണ്ടു. ശരിക്കും പറഞ്ഞാൽ ഭാഷയെ അറിയാത്തത് കൊണ്ട് മാത്രമാണ് തല്ല് കിട്ടാതെ പോന്നത്. ആ ബജ്രംഗ് ദളുകാരുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അവർ രക്ഷാപ്രവർത്തനം നടത്തിവിട്ടേനെ. അവരുടെ ആയുധം ചെടിച്ചട്ടിയും ഹെൽമറ്റുമല്ല മച്ചാന്മാരെ, തൃശൂലമാണ്. ഒന്നാലോചിച്ചാൽ ബജ്രംഗ് ദളുകാർ കളിച്ചത് ആരോടാണെന്ന് ശരിക്കും അവർക്ക് മനസ്സിലായിട്ടില്ല. റഹീം ഒരൊറ്റ വിസിലടിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നൊരു സൈന്യം തീവണ്ടി പിടിച്ച് ഛത്തീസ്ഗഡിലേക്ക് വിടുമായിരുന്നു. ബജ്രംഗ് ദളുകാർ ഉണ്ടയും വെള്ളവും ഇട്ട് ഓടുമായിരുന്നു. അതാണ് കേരളത്തിലെ DYFI. അല്ല റഹീമേ, ഈ ഛത്തീസ്ഗഡിൽ DYFI ഒന്നും ഇല്ലേ? അവരെന്തുകൊണ്ടാണ് ജയിലിന് ചുറ്റും ഒരു മനുഷ്യ ചങ്ങല തീർക്കാതിരുന്നത്? ഉത്തരേന്ത്യയിലേക്ക് DYFI പടരുകയാണ് എന്നായിരുന്നല്ലോ മുൻപൊരിക്കൽ നിങ്ങൾ പറഞ്ഞത്. കാട്ടുകിഴങ്ങും ചുട്ടയെലിയുമാണ് അവിടെ ഇപ്പോഴും ഭക്ഷണമെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്.
അവർക്ക് പൊതിച്ചോറ് നീട്ടിയാൽ എങ്ങനെയിരിക്കും? ഇറങ്ങി വന്ന കന്യാസ്ത്രീകളെ മാലയിട്ടും ബൊക്കെ നൽകിയും സ്വീകരിച്ചത് ബ്രിട്ടാസ് ആൻഡ് പാർട്ടിയാണ്. ജയിലുകളിൽ നിന്നും സഖാക്കളെ ഇറക്കുമ്പോൾ ചെയ്യും പോലെ ചുവന്ന ഹാരമിടാഞ്ഞത് കാര്യമായി. പകരം നല്ല പൂമാലയാണ് ഇട്ടത്. അഭിവാദ്യമർപ്പിച്ച് 2 മുദ്രാവാക്യവും റഹീമിൻ്റെ ജോറാണേ ജോറാണേ എന്ന പാട്ടും കൂടി വേണമായിരുന്നു. കന്യാസ്ത്രീകളെ ഇടതു നേതാക്കൾ സ്വീകരിക്കുന്ന ചിത്രം കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും. ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിലെ ഐമനത്തെ പോലെ ക്യാമറ കണ്ട് വശത്തേക്ക് ചരിയും പോലെയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ നിൽപ്പ്. ബ്രിട്ടാസിൻ്റെ ഈ സംരക്ഷണ കവചമില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താകുമായിരുന്നു ആ കന്യാസ്ത്രീകളുടെ അവസ്ഥ? പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇവന്മാരുടെ രാഷ്ട്രീയ നാടകമില്ലായിരുന്നെങ്കിൽ 3 ദിവസം മുൻപ് തന്നെ ജാമ്യം കിട്ടുമായിരുന്നു എന്നാണ്. കൊള്ളാവുന്ന ഒരു വക്കീൽ ഹാജരായാൽ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാവുന്ന കേസാണ് ഈ പൊറാട്ട് നാടക വീരന്മാർ എല്ലാം കൂടി NIA കോടതി വരെ എത്തിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരു വലയും മടവലയും പിന്നൊരു വീശുവലയും ഒക്കെയായി ഈ പാർട്ടികൾ കാത്തിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഇടവപ്പാതിക്ക് ഊപ്പ കയറും പോലെ തങ്ങളുടെ വലയിൽ കയറുന്നതും പ്രതീക്ഷിച്ച്. പരസ്പര ബന്ധമില്ലാത്ത സംഭാഷണങ്ങൾ കൊണ്ടും അർത്ഥമില്ലായ്മ കൊണ്ടും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അബ്സേർഡ് ഡ്രാമ അഥവാ അസംബന്ധ നാടകമാണ് ഇക്കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ ഛത്തീസ്ഗഡിലെ ജയിലിൻ്റെ മുമ്പിൽ കണ്ടത്. വോട്ട് ബാങ്കുകളാണെങ്കിൽ ക്ഷൗരക്കത്തിയുമായി എങ്ങോട്ടും ഓടുന്ന വൃത്തികെട്ട രാഷ്ട്രീയം. ഏതു വിഷയവും വോട്ടായി മാറുമെങ്കിൽ ദിയാധനവുമായി യമനിലേക്കും കാവ്യ അണിഞ്ഞ് പലസ്തീനിലേക്കും സുവിശേഷം ഉരുവിട്ട് ഛത്തീസ്ഗഡിലേക്കും CPM പോകും. പക്ഷേ കൺമുമ്പിൽ 180 ദിവസത്തിലധികമായി പട്ടിണി സമരം നടത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അവിടെ നേതാക്കളുടെ ഒരുമയുമില്ല, ദിവ്യസ്നേഹവുമില്ല. ആദ്യമെത്തി ആശ്വസിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് തട്ടാനും ആരും വരുന്നില്ല. കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കാരണമാണെന്ന് പറഞ്ഞ പമ്പ്ളാനി പിതാവിനെ ഇനിയും CPMകാർ വെച്ചേക്കുമോ? റഹീമിൻ്റെ ഓവർകോട്ടും ബ്രിട്ടാസിൻ്റെ സ്ഥൈര്യവുമാണ് മോചനത്തിന് കാരണമെന്ന് CPMകാർ പറയും. കോൺഗ്രസിൻ്റെ MPമാർ പ്ലക്കാർഡ് പിടിച്ചതിനാലാണ് ജാമ്യം കിട്ടിയതെന്ന് അവരും പറയും. പിണറായി വിജയൻ ഇവിടെ ഇരുന്ന് ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ചപ്പോൾ സംഭവിച്ച ദിവ്യാത്ഭുതമാണെന്ന് പറയാനാണ് ഞങ്ങൾക്കിഷ്ടം. സുരേഷ് ഗോപിയുടെ അവസ്ഥയാണ് കഷ്ടം. പുള്ളിയുടെ കേക്കും കിരീടവുമെല്ലാം ക്രിസ്ത്യാനികൾ തിരിച്ചു കൊടുക്കുമോ എന്തോ, അതാണ് ഇനി അറിയേണ്ടത്. കന്യാസ്ത്രീകളെ, നിങ്ങൾ ഭാഗ്യവതികൾ. തിരുവസ്ത്രം നിങ്ങൾക്ക് തരുന്ന പ്രിവിലേജ് അതാണ്. പാവം ആശാ വർക്കർമാരെ, നിങ്ങൾ ഭാഗ്യദോഷികൾ. CPM ഭരണത്തിൽ ഒരു വസ്ത്രവും നിങ്ങൾക്ക് രക്ഷ നൽകില്ല.